ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിമതരും മെത്രാനും തമ്മിലുള്ള ഡീല് പുറത്തായിരിക്കുന്നു. എന്തിനാണ് ഈ കൂരിയായെ മാറ്റാനായിട്ട് ഇത്ര ബലം പിടിക്കുന്നത്? വിമത വൈദികരുടെ പദ്ധതി എന്ത്? ബോസ്കോ പിതാവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആദ്യത്തെ കൂരിയ, അത് വിമത വൈദികർ മാത്രമായിരുന്നു. വിമത വൈദികർ മാത്രമാണ് ആ കൂരിയയിലുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിലും ഒരു കാര്യത്തിലും ബോസ്കോ പിതാവുമായിട്ട് അവർ സഹകരിച്ചില്ല. ഒരു മെത്രാന് സ്വയം പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഒന്നും പറ്റില്ല. അധികാരത്തിലിരിക്കുമ്പോൾ നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ ബോസ്കോ പിതാവിനോട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാൻ മുമ്പത്തെ കൂരിയ സമ്മതിച്ചില്ല. പിന്തുണ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഈ തീരുമാനം എടുക്കുന്നത് മുഴുവൻ ഒറ്റിക്കൊടുത്തു. അത് ലീക്ക് ഔട്ട് ചെയ്തു. അങ്ങനെ ആൾക്കാർ, ബന്ധപ്പെട്ട ആളുകൾക്ക് അത് ഒളിച്ചു കടത്തി. അപ്പോൾ ഒരു തീരുമാനം നടപ്പാക്കാൻ പറ്റാതെ വന്നു ബോസ്കോ പിതാവിന്. ഏകീകൃത കുർബാന നടപ്പാക്കാൻ ബോസ്കോ പിതാവിന് താല്പര്യമുണ്ടായിരുന്നു, ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ പഴയ കൂരിയ അതിനെല്ലാം അള്ളുവെച്ച് അത് പൊളിച്ചു കളഞ്ഞു. പക്ഷേ സഭാവിരുദ്ധ പ്രവർത്തനം, മാർപ്പാപ്പ വിരുദ്ധ പ്രവർത്തനം നടത്താൻ ബോസ്കോ പിതാവ് സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം കൂരിയ ബോസ്കോ പിതാവ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അതായത് മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്യാൻ, മെത്രാൻ സിനഡിനെതിരെ തെറ്റ് ചെയ്യാൻ ബോസ്കോ പിതാവ് തയ്യാറായില്ല. അവസാനം ആ കൂരിയ ഇട്ടേച്ച് പോയി. ഈ പഴയ കൂരിയ ഇട്ടേച്ച് പോയി. അപ്പോഴാണ് ബോസ്കോ പിതാവ് മെത്രാൻ സിനഡുമായി ആലോചിച്ചിട്ട് ഈ പുതിയ കൂരിയായി നിയമിച്ചത്. ബോസ്കോ പിതാവ് മെത്രാൻ സിനഡുമായി ആലോചിച്ചിട്ടാണ് ഈ കൂരിയായി നിയമിച്ചത്. വർഷങ്ങൾക്ക് ശേഷം മെത്രാനും കൂരിയായും തമ്മിൽ വല്ലാത്തൊരു മാനസിക അടുപ്പവും സഹകരണവും ഉണ്ടായി. അതാണ് ശരിക്കും നല്ല രീതി. അത് ഉടലെടുത്തു. ഇരു കൂട്ടരും, അതായത് മെത്രാനും അതേപോലെ കൂരിയായും ഒരേ ലക്ഷ്യത്തോടെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി മാർപ്പാപ്പി അനുസരിച്ചുകൊണ്ട് മെത്രാൻ സിനഡ് തീരുമാനം നടപ്പാക്കാൻ, അങ്ങനെ അതിരൂപത്തിലെ സകല കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ തുടങ്ങി. കാര്യങ്ങൾ നടപ്പിലാവാൻ തുടങ്ങി. അതുവരെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിരുന്നത് ഒരു ആന്റി എക്ലേസിയാസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ആന്റി എക്ലേസിയാസ്റ്റിക്കൽ ഐഡിയോളജി. അതായത് ബിഷപ്പ്ലെസ് അഡ്മിനിസ്ട്രേഷൻ. മെത്രാൻ ഇല്ലാതെ അധികാരം കൈയാളുക. മെത്രാൻ അവിടെ ഇരുന്നോട്ടെ, മെത്രാൻ വേണ്ട, ഞങ്ങൾ വിമത വൈദികര് അധികാരം നടത്തുക. അങ്ങനെ സഭാവിരുദ്ധമായ ഒരു ഭരണക്രമമായിരുന്നു എറണാകുളത്ത് ഉണ്ടായിരുന്നത്. ബിഷപ്പ്ലെസ് അഡ്മിനിസ്ട്രേഷൻ, മെത്രാനില്ലാത്ത ഭരണം, ആന്റി എക്ലേസിയാസ്റ്റിക്കൽ ഐഡിയോളജി, ഈ സഭാവിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രം, അതാണ് അതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ബോസ്കോ പിതാവും പിന്നെ പുതിയ കൂരിയായും പരസ്പരം സഹകരിച്ചും പിന്തുണച്ചും വന്നപ്പോൾ എക്ലേസിയാസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ വന്നു. സഭാത്മകമായ ഭരണക്രമം, സഭാവിരുദ്ധ ആ പ്രത്യയശാസ്ത്രം പോയി സഭയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം വന്നു. ഒരു ബിഷപ്പിനോട് ചേർന്ന് കൂരിയ പ്രവർത്തിക്കുന്ന രീതി വന്നു. ഇത് കണ്ടതും ഹാലിളകി ഭ്രാന്ത് പോലെയായി വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഇങ്ങനെ പോയാൽ തങ്ങളുടെ അഴിമതി ഇനിയും തുടർന്ന് ചെയ്യാൻ കഴിയില്ല. പള്ളികളിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ കഴിയില്ല. നേരത്തെ പെട്ടിരുന്ന സ്വർണം എടുത്തു മാറ്റാൻ കഴിയില്ല. പിന്നെ വിമത പ്രവർത്തനത്തിന് എവിടെ പണം കിട്ടും? എത്ര നാള് ഈ തീവ്രവാദ സംഘടന പണം സ്വീകരിക്കാൻ പറ്റും? അപ്പോൾ വിമതരും സഭാ നേതൃത്വത്തിൽ ഒരാളും ചേർന്ന് അവരെ ആലോചിച്ച് ഉറപ്പിച്ചൊരു പദ്ധതി ഉണ്ടാക്കി. ഒരു പദ്ധതി. ആ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് വെറുതെ പറയുന്നൊന്നല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ ഓഗസ്റ്റിലെ സിനഡിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരുത്തിക്കൂട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു നിലയിൽ എത്തിച്ചുവെന്ന് മെത്രാൻ സിനഡിനെ ബോധ്യപ്പെടുത്തുക. ഈ ഓഗസ്റ്റ് സിനഡിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് വരുത്തി തീർത്തിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന ഒരു അന്തരീക്ഷം മെത്രാൻ സിനഡിന് മുമ്പാകെ ഉണ്ടാക്കുക. മുക്കാഭാഗം മെത്രാന്മാർക്കും കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ, മെനക്കെടാത്തതിനാൽ, എറണാകുളം പ്രശ്നം തങ്ങളുടെ സഭയുടെ പ്രശ്നമല്ലെന്നും അതൊരു പ്രാദേശിക പ്രശ്നമാണെന്നും അത് അവിടുത്തെ രൂപത്തിലെ പ്രശ്നമാണെന്നും വിചാരിച്ചിരിക്കുന്നവരാണ് മുക്കാഭാഗം മെത്രാന്മാരും. അതുകൊണ്ട് ഈ പറഞ്ഞത് എളുപ്പമായിരിക്കുമെന്ന് വിമതർക്ക് നല്ല ബോധ്യമുണ്ട്. എന്താണ്? പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എത്രയോ മെത്രാന്മാർ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഒന്നെങ്കിൽ അവർ കാര്യങ്ങൾ പഠിക്കാൻ മെനക്കെടുന്നില്ല, അല്ലെങ്കിൽ അത് ആ രൂപത്തിലെ പ്രശ്നമല്ലേ, അത് അവിടെ പരിഹരിക്കാനായിട്ട് ഞങ്ങളൊരാളെ വെച്ചിട്ടില്ലേ, ഞങ്ങളുടെ രൂപത്തിൽ മെത്രാന്മാരോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ എന്ന ഒരു ബാലിശമായ നിലപാടാണ് ബഹുഭൂരിപക്ഷം മെത്രാന്മാർക്ക്.
ഈ കൈ നനയാതെ മീൻ പിടിക്കാന്നൊക്കെ പറയുന്ന രീതിയാണ് അവർക്ക്. അതുകൊണ്ട് അവരായി അവരുടെ പാടായി എന്ന് ചിന്തിക്കാനാണ് സാധ്യത. ഇത് വിമതർക്ക് നന്നായിട്ട് അറിയാം, അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നെന്ന് ഒരു പ്രതീതി, ഒരു അന്തരീക്ഷം മെത്രാൻ സെനറ്റിന് മുമ്പാകെ സൃഷ്ടിക്കുക. അത് എളുപ്പമാണ്. 2, അങ്ങനെ മെത്രാൻ സെനറ്റിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ വിമതരിൽ നിന്നോ വിമതർക്ക് ബോധിച്ചതോ ഒരാളെ എറണാകുളത്ത് സഹായ മെത്രാനായിട്ട് വെക്കാം. മറ്റു രൂപതകളിൽ ഇടപെടാൻ പറ്റാത്തതുപോലെ ഈ മെത്രാന്റെ കാര്യത്തിലും പിന്നെ ഇടപെടാൻ സിനഡിനോ മറ്റു രൂപതയിലത്തെ മെത്രാന്മാർക്ക് കഴിയില്ല. കാര്യം എളുപ്പമില്ലേ? ഇപ്പൊ പാമ്പ്ളാനി പിതാവിന്റെ കാര്യത്തിൽ ഇടപെടാൻ മറ്റു മെത്രാന്മാർക്ക് എളുപ്പമല്ലല്ലോ. അതുപോലെ തന്നെ ഈ അതിനിടയ്ക്ക് വേറെ ശ്രുതിയുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് അവർ നിൽക്കട്ടെ. ഈ സഭാതലവൻ തന്നെ മാറിപ്പോകുമെന്നും അവിടേക്ക് വേറെ ആൾ വരുമെന്നും ഇവിടെ സഹായമെത്രം വരുമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. സീറോ മലബാർ സഭയിൽ എന്തും സംഭവിക്കാം. ഇനി പുതിയൊരു സഹായമെത്രാനെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് വിമതരുടെ താളത്തിന് തുള്ളുന്ന ഒരു സഹായമെത്രാനെ കിട്ടിക്കഴിഞ്ഞാൽ ആ മെത്രാനെ സഹായിക്കാൻ പറ്റിയ കൂരിയ വിമത വൈദികരിൽ മാത്രമായിട്ട് എടുക്കുക. മാത്രമായിട്ട് ഒരു കൂരിയ. അപ്പൊ തങ്ങളുടെ തോളത്തിന് തുള്ളുന്ന ഒരു മെത്രാനും തങ്ങളുടെ തോളത്തിന് തുള്ളുന്ന ഒരു കൂരിയായും. പിന്നെ എന്താ നടക്കാത്തെ? വളരെ എളുപ്പമല്ലേ കാര്യങ്ങള്. പള്ളി കൂതാശ, പുതിയ പള്ളി കൂതാശ ഞാൻ മെത്രാനെ വിളിക്കണമെന്നില്ല. ഏകീകൃത കുർബാന ചൊല്ലേണ്ട കാര്യമില്ല. പണത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല. സമ്പൂർണ്ണ അരാജകത്വം. പുതിയ അച്ഛന്മാർക്കും പഴയ അച്ഛന്മാർക്കും പാപാവിരുദ്ധരായി കഴിയാം. ഏത് കുർബാനയും ചൊല്ലാതിരിക്കാം. സ്വയം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പള്ളിയിൽ ചെന്നിരിക്കാം. എന്തും സാധ്യം. ചുരുക്കത്തില് ഏകീകൃത കുർബാനയൊന്നും അല്ല ഇപ്പൊ പ്രശ്നം. പ്രശ്നം എന്താണ്? കൂരിയാണ്. ഇപ്പോഴത്തെ കൂരിയ. ഈ കൂരിയ ഉള്ള കാലത്തോളം ഇതൊന്നും നടപ്പാവില്ല. അവർ മാർപ്പാപ്പയ്ക്ക് വിരുദ്ധമായിട്ടോ സഭാവിരുദ്ധമായിട്ടോ മെത്രാൻസിന്റെ വിരുദ്ധമായിട്ടോ ചെയ്യില്ല. സഭാവിരുദ്ധമായ ഒരു ഭരണക്രമം അവർ നടത്തില്ല. അപ്പോൾ ഈ കൂരിയാണ് പ്രശ്നം. ഇത് വിമതരും മൽമായും മുന്നിട്ടുകാരും തിരിച്ചറിഞ്ഞു. ഉടനെ അവർ നയം തന്നെ മാറ്റി. അവരുടെ നേതാവ് തന്നെ പറഞ്ഞല്ലോ, ഏകീകൃത കുർബാനയല്ല നമ്മുടെ പ്രശ്നം, കൂരിയാണ്, കൂരിയ മാത്രമാണ്. കൂരിയായി മാറ്റുക എന്ന ഏക അജണ്ടയിലേക്ക് മാറുക. ഇതാണ് ഈ കൂരിയായ മാറ്റം ബലം പിടിക്കുന്നതിന്റെ കാരണം. അത് അവരുടെ ഡീലിന്റെ ഭാഗമാണ്. ഇതിന് പാമ്പ്ളാനി പിതാവ് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. സീറോ മലബാർ സഭ മൊത്തത്തിൽ അരാജകത്തിലേക്ക് വീഴാൻ അതിടയാക്കും. ലോകമാകെ നാണം കെട്ട് നിൽക്കുന്ന സീറോ മലബാർ സഭയുടെ ആത്മഹനനമായിരിക്കും അത്. എൻ്റെ വീഡിയോ മെത്രാന്മാരാരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്ന സഭയോട് നിങ്ങൾക്ക് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെയാണ് തൻ്റെ സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന തിരിച്ചറിവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുക. അതിനുള്ള ധൈര്യം, ആത്മധൈര്യം പരിശുദ്ധ റൂഹ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.